CPM-ന്റെ അരക്കില്ലത്തിൽ വീഴരുത് എന്നാണ് വീക്ഷണം പത്രം കേരള കോൺഗ്രസ്സുകാരെ ഓർമ്മിപ്പിക്കുന്നത്. ജോസ് കെ മാണിയോട് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു വരൂ, വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവർ തിരിച്ചു ചെല്ലൂ. തിരിച്ചെന്നിട്ട് അങ്ങോട്ട് പോകാനാ? വാതിൽ വന്നിട്ടിരിക്കുകയാണ്. വാതിലേ ഉള്ളൂ, വീടില്ലല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വാതിൽ കൂടെ അങ്ങോട്ട് എടുത്ത് സിനിമക്കാർ ഷൂട്ടിങ്ങിനിടെ സെറ്റ് ഇടില്ലേ, അപ്പോൾ വീടുണ്ടാവണമെന്നില്ല, വാതിൽ മാത്രം ഒരു സെറ്റം കിടും. എന്നിട്ട് ആ വാതിൻ്റെ ഇടയ്ക്ക് ക്യാമറ വെച്ചിട്ട് വാതിൻ്റെ ഉള്ളിൽ നിന്നൂടെ ഒരാൾ നോക്കുന്ന പീപ്പ് ചെയ്യുന്നു എന്നുള്ള ഫീല് സീനെടുക്കും. എന്താ പറയുക, അങ്ങനെ ഒരു അവർ പറയുന്ന ചീറ്റിംഗ് എന്നാണ് സിനിമക്കാർ പറയുക. ആ പരിപാടിയല്ലേ. ഇപ്പൊ അത് വീടുണ്ടോ, അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരെയും ക്ഷണിക്കാൻ ഏർപ്പെടുത്തിയിട്ടില്ല. പത്രത്തിൽ വന്ന മുഖപ്രസംഗം ക്ഷണിച്ചാൽ അവർ പോകുമോ? അവര് ഒരു ദിവസം കൊണ്ട് സുപ്രഭാതത്തില് അവരെ കൊണ്ട് മാറി ഈ എന്താണ് അവിടുത്തെ പാലാ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പുറത്ത് മാറിയൊന്നല്ല. ആ മാറുന്നതിന്റെ പിന്നിൽ വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. അവരുടെ വോട്ട് ബാങ്കിന്റെ സമ്മർദ്ദമാണ്. അവരുടെ വോട്ട് ബാങ്ക് എന്താണ്? ശ്രീയം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. ആ ശ്രീയം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ നേതാവായിരുന്നു KM മാണി സാർ. മാണി സാർ ഉള്ള സമയത്ത് UDF കേരള കോൺഗ്രസിന് നിലവിലേക്ക് കിട്ടിയിരുന്നു. ആ മാണി സാറിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനം, ഇപ്പം ലീഗിന് 4 മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ പോലും മാണി സാറിന് എന്താ കൊടുക്കുന്നത്? റവന്യൂ പോലുള്ള പ്രധാനപ്പെട്ട മാത്രമല്ല പിന്നെ ധനകാര്യം. ഫൈനലി മാണി സാർ ഒരു ക്യാബിനറ്റിൽ സെക്കൻഡ് മാണി സാറായിരുന്നു. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും മാണി സാറിനെ മറികടന്നുകൊണ്ട് അഭിപ്രായം പറയില്ലായിരുന്നു. പക്ഷെ മാണി സാറിന് ശേഷം അങ്ങനെ ആളില്ല. ലീഗിന് ഇമ്പോർട്ടൻസ് കൂടി. രണ്ടാമനായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ലീഗാണെന്നും അതുകൊണ്ട് ഒരു മുസ്ലിം ആധിപത്യമാണ് UDF എന്നുള്ള ഫീല് സഭയിലുണ്ടാവുകയും അങ്ങനെ സഭയുടെ അത് മാത്രമല്ല സഭ പിണറായി വിജയൻ അനുകൂലമായിട്ട് ശ്രീ കത്തോലിക്ക സഭയുടെ പല ബിഷപ്പുകാരും നിലപാടെടുക്കുകയും, ഇപ്പം കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണെങ്കിലും ഇൻഡയറക്റ്റ്ലി പാലാ ബിഷപ്പാണെങ്കിലും താമരശ്ശേരി ബിഷപ്പാണെങ്കിലും അങ്ങനെ പല ബിഷപ്പുമാരും ഇയാൾ നിലപാടെടുക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇവർ LDF വന്നത്. അല്ലാതെ വെറുതെ ഒരു ദിവസം കൊണ്ടങ്ങ് പോയതൊന്നല്ല. പിന്നെ മാണി സാർ മുഖ്യമന്ത്രി ആവുന്നതിന് രമേശ് ചെന്നിത്തല പാര വെച്ച് വന്നു. അപ്പം അങ്ങനെ പാര വെച്ച രമേശ് ചെന്നിത്തല ഇനി മുഖ്യമന്ത്രി ആവണ്ട എന്നുള്ളത് കിങ് പിൻ എന്ന് പറയും. രമേശിന് വിവരം പറയില്ല, കിങ് പിൻ മറ്റേ വാക്ക് ഒരേ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ന തീരുമാനത്തിന്റെ പുറത്താണ് ഇവർ പോയത്. അതൊന്നും മാറ്റാനുള്ള സമയമായിട്ടില്ല. ഈ സമയമാകുമായിരുന്നു. എങ്ങനെ കഴിഞ്ഞ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സമയമാകുമായിരുന്നു. UDF അധികാരത്തിൽ വന്നില്ല. അടുത്ത ഇലക്ഷൻ അധികാരത്തിൽ വരുമെന്ന് ഒരു ഫീലും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ അപ്പുറത്തൊരു വീടില്ല. ഒരു മറ്റേ ക്രൈസി ഗോപാലല്ലേ ഈ കട്ടില മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കണ്ട് അങ്ങോട്ട് അത്രയും മണ്ടന്മാരല്ലല്ലോ ഈ ശ്രീ ക്രിസ്ത്യാനികളുടെ നേതാവായിട്ടുള്ള ജോസ് കെ മാണിക്ക് ഉപദേശം നൽകുന്ന പിതാക്കൾ. മാത്രമല്ല കൊടിവെച്ച കാറിൽ ഒരു മന്ത്രി ഇപ്പൊ പോകുന്നുണ്ട്. ഒരുപാട് ബോർഡ് ചെയർമാൻമാരുണ്ട്. അല്ല, വലിയ ശല്യമില്ലാത്ത മന്ത്രിയാണ്. മാത്രമല്ല ഇനി അങ്ങോട്ട് CPM-ന്റെ കൂടെ ആരും കൂടിയ പ്രശ്നമുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും പോയില്ല. കുറേ അവിടെ തന്നെ നിൽക്കും. ചിലപ്പോൾ റോഷിയാഷിന് ഇവിടെ നിൽക്കും. കേരള കോൺഗ്രസ് പോകണ്ട്. ചിലപ്പോൾ റോഷി ഇവിടെ തന്നെ നിൽക്കും. ജോസ് കെ മാണിക്കും പോകേണ്ടി വരും. റോഷിയും ജോസ് കെ മാണി ഇപ്പം നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയ പരിചയം കൊണ്ടും ഒക്കെ റോഷിയാണ് മുന്നിൽ. ജോസ് കെ മാണിക്ക് അത്ര ഒരു ചെറിയ യൂത്ത് ഫ്രണ്ടിന്റെ പ്രസിഡന്റായിട്ടൊക്കെ ഫസ്റ്റിൽ നമ്മളവിടെ പേരാമ്പോ ഇവിടെ ഇവരെ സീറ്റായി. ഞാനൊക്കെ സ്കൂളിൽ അവിടെയാണ് റോഷി മത്സരിച്ചത്. പിന്നാണ് റോഷി ഇവിടെ മത്സരിക്കുന്നത്. റോഷി അങ്ങനെ നെഗറ്റീവ് ഇംപ്രഷൻ എവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇടയ്ക്ക് LDF ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് എന്തോ അസർട്ടീവായിട്ട് നിയമസഭയിൽ എന്തോ പറഞ്ഞു. അപ്പൊ അന്ന് കോൺഗ്രസ് തന്നെ റോഷി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് CPM-ന്റെ ബാധ കൂടിയാണ്. അങ്ങനെ പൊതുവെ എല്ലാവരും സ്വീകാര്യനും മാണി സാറിന്റെ വിശ്വസ്തനായിരുന്നു എല്ലാ കാലത്തും. പിന്നെ ഈ രാഷ്ട്രീയ പരിചയം ഇയാളെക്കാട്ടുണ്ട്, ജോസ് കെ മാണിയെക്കാട്ടും കൂടുതൽ. പിന്നെ ഇവരെല്ലാ പാലാബലത്തിൽ നിന്ന് കാണാൻ ഒരേപോലുള്ള ആളുകളുമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം ജോസ് കെ മാണി പിന്നെ അങ്ങോട്ട് പോയാലും എൻ്റെ കേരള കോൺഗ്രസ് അങ്ങോട്ട് പോകണമെന്നില്ല. ഒരു വിഭാഗം ഇവിടെ തന്നെ നിൽക്കും. അപ്പം ക്ഷയിച്ചു പോകുന്ന കേരള കോൺഗ്രസ് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ മുന്നണിയല്ലേ, പാർട്ടികളല്ലേ. ഉദാഹരണമായിട്ട് ജോസഫ് എങ്ങനെയാണ് പ്രതികരിക്കുക? ജോസഫ് ചാടി ഇങ്ങോട്ട് വരുമോ അല്ലെ എങ്ങനെയാണ് പ്രതികരിക്കുക? പിന്നെ ഏതായാലും ലീഗിന്റെ ഡോമിനൻസ് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു സീറ്റ് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുക. കിട്ടിയില്ലെങ്കിൽ ആ മുഖവെപ്പ് കണ്ടിന്യൂ ചെയ്യും. അടുത്ത ഈ ലോക്സഭാ ഇലക്ഷൻ രാജീവ് ചന്ദ്രശേഖരും പിന്നെ സുരേഷ് ഗോപിയൊക്കെ അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാരണമായി. അല്ലാതെ തന്നെ അച്ഛന്മാർക്ക് ഇപ്പം BJP-നോട് അത്യാവശ്യം സ്നേഹമൊക്കെ വന്നു തുടങ്ങിയാണ്. എസ്പെഷ്യലി സിറിയൻ ക്രിസ്ത്യൻ അച്ഛന്മാർ. അവരാണ് എൻ്റെ മെയിൻ ഉപദേശകർ. അപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ മുസ്ലിങ്ങളോട് ഇപ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജസ്നയുടെ കേസ് തന്നെ ഉണ്ടല്ലേ. ജസ്നയുടെ കേസ് വരുന്നത് ഇതുവരെ ഞാനൊരു മുസ്ലിം പേര് കേട്ടിട്ടില്ല.
പക്ഷേ ക്രിസ്ത്യൻ കുടുംബത്തിൽ പെമ്പിള്ളേർ അപ്രത്യക്ഷമായപ്പോൾ മുസ്ലിങ്ങളെ തലയില്ല. അതിപ്പോൾ അവരെയും കുറ്റം വന്നിട്ട് കാര്യമില്ല. നല്ല കുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യൻ പെമ്പിള്ളേരെ പ്രേമിച്ച് മതം മാറ്റി കല്യാണം അത്രയും ഓക്കെ, അത് ക്രിസ്ത്യാനികൾ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ജിഹാദിനുണ്ട്. അതെ, സിറിയയിലൊക്കെ പോയി. അപ്പം അതോടുകൂടി ഇപ്പം ജസ്റ്റിന് അപ്രത്യക്ഷമായപ്പോൾ ഓട്ടോമാറ്റിക്കലി ആരാണ് ഇരാറ്റുമായിട്ട് മുസ്ലിംസ് എന്ന രീതിയിലാണ് സംസാരം പോകുന്നത്. സത്യത്തിൽ ചിലപ്പോൾ അവരൊന്നും ആയിരിക്കില്ല അത്. പിന്നെ ഞാൻ തന്നെ ഇൻ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് വേറെ ചില സംഭവങ്ങളാണ് ഞാൻ അപ്പം പങ്കുവെക്കുന്നില്ല, അത് അന്വേഷണം നടക്കുകയല്ലേ കണ്ടിട്ടുള്ളത്. അപ്പം ഒന്നത്. രണ്ട്, ഈ പറയുന്ന മാതിരി ഈ ക്രിസ്ത്യാനികൾ ജീസസിനെയൊക്കെ അപകരിക്കുന്ന ദുവാ പ്രവർത്തകർ നടത്തുന്ന പ്രസംഗങ്ങൾ, സ്നേഹസമ്പാദം എൻ്റെ പേര് വിളിച്ചിട്ട് അപമാനിക്കുന്ന പരിപാടി. അതിന് പകരം സഭാഷ്യം പുള്ളിക്കലൊക്കെ പള്ളിക്കലൊക്കെ തിരിച്ചവിടെ പുള്ളിക്കല അതായത് സഭാഷം തോന്നിക്കല ഒരാളുണ്ട് പള്ളിയിലച്ഛനാ, എനിക്ക് പെന്തക്കോസ്തി ഭാഗപ്പെട്ട ആളാണ്. അങ്ങനെ തിരിച്ച് ഇതേ രീതിയിൽ ചെയ്യുന്നത്. നബീനൊക്കെ അങ്ങനെ പറയുന്ന കേട്ടത് സത്യം പറയാലോ, വിശ്വാസി എന്ന രീതി നമ്മളൊക്കെ ചോര കളിക്കും. പക്ഷേ ഇത് നമ്മളുണ്ടാക്കി വെച്ചല്ല, ഇവന്മാരുണ്ടാക്കി വെച്ചാൽ ഇവന്മാർ ജീസസിനെ പറഞ്ഞു, അതങ്ങനെ നബീനെ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇവര് കയറിയിട്ട് ചൊറിഞ്ഞ് അങ്ങനെ അത് മാന്തി പൊളിച്ചു. വെറുതെ ആവശ്യമില്ല പഠിക്കലല്ലോ. അപ്പം ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ബിസിനസ്സിലൊരു ക്രിസ്ത്യൻ ഡോമിനൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ക്രിസ്ത്യാനികൾ ഇപ്പോൾ പാൻ ഇന്ത്യ തരത്തിൽ ഗ്ലോബലി സ്പ്രെഡാണ്. അപ്പോൾ അവരുടെ ബിസിനസ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറവാണ് കേരളത്തിൽ. പിന്നെ അതിൽ കടന്ന ട്രേഡ് യൂണിയൻസോ. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർക്ക് എവിടെ പോയാലും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. പിന്നെ ഇവർക്ക് പണ്ടേ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും റൂട്ട്സ് ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിലേക്കൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ അവർ ബിസിനസ് മാറ്റി, ശ്രീലങ്കയിലേക്കും ഫിലിപ്പൈൻസിലേക്കൊക്കെ. അപ്പോൾ അവരിവിടെ അല്ല, കേരളത്തിലില്ല. പിന്നെ അവരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുക. കുടുംബാസൂത്രം നടപ്പിലാക്കുന്നു, പോയവനൊന്നും തിരിച്ചു വരുന്നില്ല. കാരണം അവരവിടെ സെറ്റിൽഡ് ഹാപ്പി ലൈഫാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധത വന്നിട്ടുണ്ട്. അതിന് കാരണം മുസ്ലിങ്ങൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതിന് പങ്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ UDF എന്ന് വെച്ചാൽ ഒരു മുസ്ലിം സെറ്റപ്പാണ് അവരിപ്പം കാണുന്നത്. പാലക്കാട് തങ്ങന്മാരെല്ലാം കൂടി. പാലക്കാട് തങ്ങൾ പണ്ടുണ്ടായ ബഹുമാനമല്ല. ഇപ്പോൾ നമ്മളെ തങ്ങളുടെ ഇടയ്ക്ക് ആവിയ സോഫിയ കാര്യത്തിലൊരു ലേഖന എഴുതിയോട് കൂടിയിട്ട് അത് വലിയ തങ്ങളത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഡെന്റ് അങ്ങനെ തന്നെ കിടക്കുക, ചതിയിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് UDFിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ പോകാൻ ബുദ്ധിമുട്ട്. നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ, അവിടെ രാജ്യസഭാ സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗിന് കൊടുക്കണോ അതോ കോൺഗ്രസിന് കൊടുക്കണോ എന്നുള്ള തർക്കം അവിടെ തീർന്നിട്ടില്ല. ഇവിടെയും രാജ്യസഭാ സീറ്റിന്റെ പ്രശ്നം LDF കേരള കോൺഗ്രസും ഉണ്ട്. സ്വാഭാവികമായും കേരള കോൺഗ്രസ് അപ്പുറത്തോട്ട് ഇപ്പോൾ പോയാൽ ആ സീറ്റ് കിട്ടാനും സാധ്യതയില്ല, രാജ്യസഭാ സീറ്റ് കിട്ടാനും സാധ്യതയില്ല. ഇല്ല, നിയമസഭയിൽ പോയിട്ട് തോൽക്കുകയും ചെയ്യും. എന്നിട്ട് എന്താ വെച്ചാൽ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി തിരിച്ച് LDFിൽ വന്ന പോലെ ഒന്നും അല്ലാതായി പോകും. ഒരു MLA വെച്ച് വെറുതെ ഇരിക്കേണ്ടി വരും ഗാലറിയിൽ നിന്ന്. അപ്പൊ ചിലപ്പോൾ റോഷി അഗസ്റ്റിന് എന്റെ വിഭാഗം മന്ത്രിയായിട്ട് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ടോ. അതായത് ഇപ്പം ഇയാൾ വൈദ്യുത മന്ത്രിയില്ലേ കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കുകയും വലിയ പാർട്ടി മോഹന്റെ പാർട്ടിയാണ്, വീരൻ MLA ആയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ. CPM ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ. ഒരു പാർട്ടി എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് CPM ആണ്. അത് NCP ആയാലും ജനതാദളിലാണെങ്കിലും കൂടെ പോയ എല്ലാ പാർട്ടികളെ നോക്കിയാൽ മതി. ഇപ്പം തന്നെ മാണി കോൺഗ്രസ് ഭയ ഇമ്പോർട്ടൻസ് ഇല്ല. അല്ല, ആ തലപ്പൊക്കമുള്ള നേതാക്കന്മാരില്ല. ഇപ്പം മാണി സാറിനെ സംബന്ധിച്ച് ഇതിനകത്ത് വീക്ഷണത്തിൽ പറയുന്നുണ്ട്, പിന്നെ കുശാഗ്ര ബുദ്ധിയുള്ള കൗശലക്കാരനായ നേതാവായിരുന്നു. ആ നേതൃപാഠമൊന്നും ജോസ് കെ മാണിക്കില്ല. ഇല്ല, അതിപ്പോൾ ആ കൂട്ടത്തിലുള്ളതായ സത്യത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഈ മോൻസ് കൊള്ളാൻ തോന്നുന്നു. മോൻസിന് കുറച്ചുകൂടി രാഷ്ട്രീയക്കാരൻ്റെ സെൻട്രൽ രാഷ്ട്രീയക്കാർ തന്ത്രജ്ഞത ഉണ്ട്. റോഷി പോലും അത്ര വരില്ല. ജോസഫ് ഗ്രൂപ്പിനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് മോൻസാണ്. മോൻസിനുണ്ട്. പിന്നെ ഉള്ളത് ഈ സകല സാധനം കയ്യിലുള്ള ആൾ ആന്റണി രാജുവാണ്. ആന്റണി രാജു പക്ഷെ അവരെ അടുപ്പിക്കില്ല. അങ്ങനെ കോട്ടയം അച്ചായനല്ലല്ലോ. ആന്റണി രാജുവിന് ഔട്ട് സ്പോക്കൺ അല്ലേ, ആളുകൾ വെറുപ്പിച്ച് കളയും. പല ബിഷപ്പുമാർക്ക് തന്നെ ജോസിന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു PC ജോസിന്. ഷോണ് കൊള്ളാം, ഷോണിന് കുറച്ച് പക്ഷെ ഷോണ് BJPന്റെ കൂടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുക, അല്ല സുരേഷ് ഗോപി പ്ലസ് രാജീവും കൂടി ജയിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ BJPക്ക് അനുകൂലമായി കേരളത്തിലൊരു സംഭവം വരും. അപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അനിൽ ആന്റണിയൊക്കെ പിന്നാലെ പോകുന്നത്. അല്ല, അനിൽ ആന്റണിയെ കൊണ്ട് വേറെ ഇമ്പോർട്ടൻസ് അങ്ങനെ സ്വപ്നത്തിന്റെ പുറത്താണ്. അപ്പോൾ ജോസ് കെ മാണി ആ സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ ആവശ്യമില്ല, നേരെ പാലമായി. പിന്നെ കേരള രാഷ്ട്രീയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവും. സെൻട്രൽ ട്രാവലിൽ BJP അതിഭീകരമായി വളരും. തൃശ്ശൂർ തൊട്ടിട്ട് ഏതാണ്ട് കൊല്ലം വരെയുള്ള മേഖലയിൽ BJPന്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. അതോടുകൂടി കോൺഗ്രസ് ഓട്ടോമാറ്റിക്കലി തകരും. അതിനാണ് സാധ്യത. നമ്മൾ ഇപ്പം ചവിട്ടും കുത്തൊക്കെ കൊണ്ട് അവിടെ നിന്നിട്ട് BJP എന്ന കുതിര വരുമ്പോൾ അതിൻ്റെ പുറത്ത് ചാടിക്കയറും. അതിനാണ് സാധ്യത കേരള കോൺഗ്രസ്. ശരി. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് പ്രതികരണം അർഹിക്കുന്നില്ല എന്ന് കേരള കോൺഗ്രസിൻ്റെ ഒരു മറുപടി ഇതിന് വന്നിട്ടുണ്ട്.
നമ്മൾ ഈ ചർച്ച ചെയ്യുന്നെങ്കിലും അവർ പറയുന്നത് ഇതിനൊന്നും അല്ല പ്രതികരിക്കില്ല. അതിനെ പ്രതികരിക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ മാറ്റി പറയേണ്ടി വരികയല്ലേ. പിന്നെ മാണി സാറിനെ പോലെ ഈ മീഡിയനെ ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷിയൊന്നും ജോസിനില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ BJP-യുടെ കുതിര വരട്ടെ. ജോസ് കെ മാണി അതിനകത്ത് കയറുന്നത് നമുക്ക് കാണാം. ചാടി കയറും. ചാടി കയറും. റോഷി എവിടെ നിൽക്കുന്നുള്ള സംശയം. അതെ.